നമസ്കാരം, ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ന്യൂസ് ഇന്ത്യ നിങ്ങളുടെ മുമ്പിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ വസ്തുതകളെ കുറിച്ചിട്ട് പലതരത്തിലുള്ള വീഡിയോസാണ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ ഇടയിലേക്ക് സാധാരണക്കാരനായി പ്രവർത്തിച്ച ആൾക്കാരെയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. അത്തരത്തിലൊരു വ്യക്തിയാണ് ഇന്ന് ന്യൂസ് ഇന്ത്യ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ശ്രീമാൻ വെള്ളാഞ്ചിറ ലാൽ വളരെ വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന അദ്ദേഹം പനവൂർ ഡിവിഷനിൽ നെടുമങ്ങാട് ബ്ലോക്കിൽ നിന്നും മത്സരിക്കുകയാണ്. വളരെ കാലത്തെ പ്രവൃത്തി പരിചയം, അത് യുവാവായിരുന്ന സമയം മുതലുള്ള പ്രവർത്തനങ്ങളും അതിനുശേഷം പക്വതയോടെയുള്ള തനി രാഷ്ട്രീയ പകർപ്പിലേക്കുള്ള ഒരു കടന്നുകയറ്റങ്ങളും ഒക്കെ കണ്ടും മനസ്സിലാക്കിയും വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ശ്രീ വെള്ളാഞ്ചിറ ലാൽ. ഈ ഒരു ചർച്ചയിലേക്ക് ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാഞ്ചിറ ലാൽ അവരെ ഹാർദപൂർവ്വം ന്യൂസ് ഇന്ത്യ സ്വാഗതം ചെയ്യുക. നമസ്കാരം. അപ്പോ പ്രധാനമായിട്ടും ചോദിക്കേണ്ട കാര്യം, പനവൂർ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ താങ്കൾ മത്സരിക്കുന്ന ഈ ഡിവിഷൻ, ഇവിടെ ഇനി അങ്ങോട്ട് വേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് തോന്നിയിട്ടുള്ളത്? ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നുന്നത്, ഞാൻ മത്സരിക്കുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു മത്സരം എന്നുള്ളൊരു തോന്നുന്നത്. അപ്പൊ താങ്കൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? പനവൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധിയായ അഴിമതികൾ നിറഞ്ഞ ഒരു പഞ്ചായത്ത് ഭരണമാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായും ഞാൻ തന്നെ 1-2 കേസുകൾ, വിജിലൻസ് കേസുകൾ നടത്തുന്നുണ്ട്. ഒന്ന്, ക്യാമറയുടെ അഴിമതി. 18 ലക്ഷം രൂപ മുടക്കിയാണ് ക്യാമറയുടെ അഴിമതി നടത്തിയിരിക്കുന്നത്. ക്യാമറ നിർമ്മിച്ചു, അതിൽ ഭയങ്കരമായ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കെട്ടിട നിർമ്മാണത്തിന്റെ മെയിൻ്റനൻസ് 1 കോടി രൂപയോളം. താങ്കൾ ഒരു വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചെന്ന് പറഞ്ഞ കേസ് ഇതാണ്. അതെ, അത് ഈ ക്യാമറയുടേതും ഈ കെട്ടിട നിർമ്മാണത്തിൽ വന്ന അഴിമതി, ഈ 2 കാര്യങ്ങളിലാണ് വിജിലൻസ് കേസ് കൊടുത്തു. അതിന്റെ കാര്യങ്ങളുമായി ഫോളോ അപ്പ് ചെയ്യുകയാണ്. അതിനൊക്കെ എനിക്ക് ഭയങ്കരമായ ജനപിന്തുണയുണ്ട്. കാരണം ഈ ക്യാമറ വെച്ചതെന്ന് പറഞ്ഞാൽ, നിരീക്ഷണ ക്യാമറകൾ വെച്ചതെന്ന് പറഞ്ഞാൽ, ഈ ഇവിടങ്ങളിൽ കൊണ്ടുവന്ന പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ കണ്ടെത്തി അതിനെയൊക്കെ നിർത്തുന്നതിന് വേണ്ടിയാണ് ഈ ക്യാമറ വെച്ചത്. പക്ഷേ 2 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടിയാണ് ക്യാമറ സ്ഥാപിച്ചത്. ഈ 2 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഈ ക്യാമറകളെല്ലാം നശിച്ചു പോവുകയും എല്ലാം ചെയ്തായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ വേസ്റ്റ് കൊണ്ടുവന്നിട്ടു. ആ വേസ്റ്റ് കൊണ്ടുവന്ന് ഇട്ടതിന് ഏത് വാഹനത്തിലാണ് കൊണ്ടുവന്നിട്ടത് എന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത്. കാരണം ക്യാമറകളെല്ലാം ഉപയോഗശൂന്യമായ ക്വാളിറ്റി ഇല്ലാത്ത ക്യാമറകളായിരുന്നു. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഫണ്ട് വെട്ടിക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു സംഭവമായിരുന്നു അത്. അപ്പൊ അതിലെ ഫണ്ടുകൾ മുഴുവൻ അവര് വെട്ടിച്ചു എന്നുള്ളതാണ്. അതിലെ ഫണ്ട് മുഴുവൻ വെട്ടിച്ചു എന്നുള്ളതാണ്. കാരണം 2 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടായിട്ട് പോലും ഈ ക്യാമറ, നിരീക്ഷണ ക്യാമറ, ഈ കള്ളന്മാരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി, ഇതുപോലെ വേസ്റ്റ് കൊണ്ടിടുന്നവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി വെച്ചാൽ ആ ക്യാമറ തന്നെ കള്ളം കട്ടുകൊണ്ടുപോയ ഒരു അവസ്ഥയിലേക്ക് വന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നമ്മുടെ ഈ നെടുമങ്ങാട് ബ്ലോക്കിന്, പഞ്ചായത്ത് എന്നുള്ളതല്ലേ, നെടുമങ്ങാട് ബ്ലോക്കിനെ സംബന്ധിച്ച് ഒരുപാട് തരത്തിലുള്ള സാംസ്കാരികപരമായിട്ടുള്ള, താങ്കളും സംസ്കാര സാഹിത്യ മണ്ഡലം പ്രസിഡന്റും കൂടെയാണ്, സാംസ്കാരിക പരമായിട്ട് നെടുമങ്ങാട് ബ്ലോക്കിലെ യുവാക്കൾക്ക് എപ്പോഴെങ്കിലും ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും വിദ്യാസമ്പന്നരായിട്ടുള്ള, സാംസ്കാരികപരമായിട്ട് നിലനിൽക്കുന്ന, കലാപരമായിട്ട് കഴിവുള്ള വ്യക്തികളെ അല്ലെങ്കിൽ യുവാക്കന്മാരെ രാഷ്ട്രീയം നോക്കാതെ സർക്കാർ പിന്തുണച്ചതായിട്ടുള്ള എന്തെങ്കിലും ഒരു അറിവുണ്ടോ? അങ്ങനെ രാഷ്ട്രീയം നോക്കാതെ നെടുമങ്ങാട് ബ്ലോക്കിലല്ല, കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടായിട്ട് നമ്മുടെ അറിവില്ല. കാരണം ഇപ്പൊ ഒരു അവാർഡ് കൊടുക്കുന്നതിൽ പോലും അവർ രാഷ്ട്രീയം കണ്ടെത്തിയാണ് അവാർഡ് കൊടുക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണല്ലോ നമ്മുടെ ഈ ഗവൺമെന്റ്. ഇന്നിപ്പോ ഞാൻ പ്രധാനമായിട്ടും ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനെ എടുക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭാവന ചെയ്യുന്ന ഒരു ആശയം എല്ലാവരെയും മനുഷ്യനായി കാണുക എന്നുള്ളതാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെടുമങ്ങാട് ബ്ലോക്കിൽ എല്ലാവരും മനുഷ്യനായി കാണുന്നുണ്ടോ? അതൊരിക്കലും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരിക്കലും അവരുടെ ഒരു രാഷ്ട്രീയം, അവരുടെ ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇനിയിപ്പോ ജയിച്ചു വരുന്ന ഒരു വ്യക്തി, ആശംസകൾ നേരത്തെ അറിയിക്കുകയാണ്, ജയിച്ചു വരുന്ന ഒരു വ്യക്തി എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അതിന്റെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പാവുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? കേന്ദ്ര സർക്കാരിന്റെ മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ ഒരു വികസനം പോലും നമ്മുടെ ഡിവിഷനിലേക്ക് വരുന്നില്ല. അപ്പൊ ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കിട്ടേണ്ട എല്ലാവിധ ആനുകൂല്യങ്ങളും നേടിയെടുത്ത് ജനങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അത് കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നാലും സംസ്ഥാന ഗവൺമെന്റ് ആയിരുന്നാലും ബ്ലോക്ക് തലത്തിൽ വരുന്ന എല്ലാ വികസനങ്ങളും. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ബ്ലോക്ക് ഡിവിഷൻ ഭരിക്കുന്നതും LDFന്റെ
ഭരണസമിതിയും അത് LDF മെമ്പർമാരുമാണ്. അപ്പൊ അതൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമോ അതാണ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതായത് ബഹുമാനപ്പെട്ട ലാൽജി ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുക, മറ്റുള്ള എല്ലാം മാറ്റി നിർത്തുക. അത് തന്നെയാണ്, ഇതാണ് പ്രധാനമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ആർക്ക് എന്ത് ആവശ്യം വന്നിരുന്നാലും അവരോടൊപ്പം നിൽക്കുക. കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സംഘടനയാണ് സംസ്കാര സാഹിതി. ഈ സംസ്കാര സാഹിതിയിൽ കൂടെ പുതുതായിട്ട് അങ്ങയുടെ വിജയം എത്തിക്കഴിയുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? അതായത് കലാപരമായിട്ടോ സാഹിത്യപരമായിട്ടോ? ഇപ്പൊ എനിക്ക് തോന്നുന്നു നെടുമങ്ങാട് മേഖലയെ സംബന്ധിച്ച് ഈ സാഹിത്യം, എഴുത്ത്, ഭാഷ ഇതിനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പം വരുന്നുണ്ട്. ഇപ്പൊ തന്നെ നെടുമങ്ങാട് കോളേജിനെ കുറിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടൊരു അന്വേഷണം നടത്തിയ സമയത്ത് മനസ്സിലായത് പണ്ട് കാലങ്ങളിൽ ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത് മലയാളം ഡിപ്പാർട്ട്മെന്റിലാണ്. പക്ഷെ ഇപ്പൊ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നുണ്ട്. അപ്പൊ ഭാഷയെ മനസ്സിലാക്കാൻ കുട്ടികൾ ശ്രമിക്കുന്നുള്ളത്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് മെമ്പർ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും അങ്ങനെ ഒരു സാഹചര്യം? ഈ ബ്ലോക്ക് മെമ്പർ എന്നുള്ള നിലയിലല്ല ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. എന്നെ ഞാൻ മുൻപ് സംസ്കാര സാഹിതിയുടെ സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു. എന്നെ വാമനപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ചുമതല ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കാരണം വെഞ്ഞാറമൂട് എന്നുള്ള നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ തന്നെ വേണമെങ്കിൽ ഒരു സാംസ്കാരിക തലസ്ഥാനം എന്ന്, ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന വെഞ്ഞാറമൂടാണ്. അപ്പൊ വെഞ്ഞാറമൂട് ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചതിന് ശേഷം തന്നെ ഞാൻ നിരവധി പരിപാടികൾ വെച്ചു. ഇപ്പൊ തന്നെ ഞങ്ങൾ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഒരു അഭിനയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അതിൽ നിന്നും ഒരു ടീമിനെ, അതായത് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഒരു കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്കാര സാഹിതിയുടെ ആ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളുടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി. ആ പ്രോഗ്രാം നമ്മൾ അവതരിപ്പിച്ചു. അതിൽ നിന്ന് 2 കുട്ടികളെ വേറെ പല പ്രോഗ്രാമുകൾക്ക് വേണ്ടി അവരെ നോമിനേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുള്ളതാണ്. അത് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും നമ്മുടെ കലാ സാംസ്കാരിക വിഭാഗങ്ങളിലുള്ള കുട്ടികളെ കൂടെ ഒന്ന് ഈ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ രീതിയിലും പ്രവർത്തിക്കുന്നതാണ്. ഒരു ചെറിയ കാര്യം, പണ്ട് ഈ സംസ്കാര സാഹിതിയുടെ നാടക കളരികൾ വളരെ പ്രസിദ്ധമായിരുന്നു. അതായത് ഇപ്പൊ KPSC പുരോഗമന കലാ സാഹിത്യ സംഘമൊക്കെ ഉണർന്നു വരുന്ന സമയത്തും ദേശീയ മതേതര കാഴ്ചപ്പാടുകളൊക്കെ ഉയർത്തിപ്പിടിച്ച ഒരു സംഘടനയായിരുന്നു സംസ്കാര സാഹിതി. ഈ പുരോഗമന കലാസാഹിത്യം പറഞ്ഞതിന് മുമ്പേ സംസ്കാര സാഹിതി ഉണ്ട്. ആ കാലഘട്ടം തൊട്ടേ വന്നു. പക്ഷെ പിൽക്കാലത്ത് കേരളത്തിൽ അത് ബ്ലോക്ക് ആയിപ്പോയി. ഇപ്പൊ ആ ബ്ലോക്ക് മാറി വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതായത് ഇപ്പൊ KSUവിൽ തന്നെയുള്ള വിദ്യാർത്ഥികള്, യൂത്ത് കോൺഗ്രസ്സിൽ കലാപരമായിട്ട് കഴിവുള്ളവര്, ഇവരൊക്കെ എന്താ പറയാ ഒരു മുന്നേറ്റത്തിലേക്ക് വരുന്നു. ആ വരുന്നതിൽ തന്നെയുള്ള കലാബോധങ്ങളെ സംസ്കാര സാഹിതി മാക്സിമം ഈ ഒരു ഇലക്ഷൻ യൂട്ടിലൈസ് ചെയ്യുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. സംസ്കാര സാഹിതി ഇലക്ഷന് മാത്രമല്ല എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ചോദിച്ചത്. ഈ ഇലക്ഷന് വേണ്ടിയിട്ട് ഇപ്പം സംസ്കാര സാഹിതിയിൽപ്പെട്ട അവരുടെ കവിതകളോ അവരുടെ തെരുവ് നാടകങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ ഉണ്ടോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അത് ഇന്നിപ്പോ തന്നെ എന്നെ കുറച്ചു മുമ്പ് വിളിച്ച എന്നെ നമ്മുടെ നിയോജക മണ്ഡലം ഭാരമായിട്ടുള്ള സന്തോഷ് മോഹൻ ഒരു സിനിമ സംവിധായകനാണ്. ഒരു സിനിമ സംവിധാനം ചെയ്തു. അടുത്ത സിനിമ അതിന്റെ വർക്ക് നടക്കുകയാണ്. പുള്ളി GST ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ കൂടിയാണ്. പുള്ളി ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. പുള്ളി അടക്കമുള്ളവർ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം ഉള്ള ഭാരവാഹികൾ എല്ലാവരും ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ആരും ഇല്ല. ഈ നിയോജകമണ്ഡലം കമ്മിറ്റി ഭാരവാഹി എല്ലാവരും കലാ സാംസ്കാരിക എഴുത്ത് മേഖലകളിലുള്ള ആൾക്കാരാണ്. അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി കലാപരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അത് നമ്മളോട് KPCCയും പറഞ്ഞിരിക്കുന്നതും അങ്ങനെയാണ്. കാരണം കലാകാരന്മാരെ സംഘടിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എന്നോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളല്ല, കലാപരമായി കാര്യങ്ങൾ സംഘടിപ്പിക്കുക, കലാകാരന്മാരെ സംഘടിപ്പിക്കുക, ഈ സംഘടനയിലേക്ക് മാക്സിമം ആളിനെ സംഘടിപ്പിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടികളുടെ ക്യാമ്പ് അടക്കം സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് നെടുമങ്ങാട് ബ്ലോക്കിനെയും പനമ്പൂർ ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് ജയിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് ഭരണത്തിൽ വരും എന്നുള്ള ഒരു വസ്തുതയെ വച്ച് നോക്കുകയാണെങ്കിൽ എത്ര ശതമാനം ഉറപ്പുണ്ട്?
കോൺഗ്രസ് ജയിക്കുമെന്ന് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കൊരു പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന്റെ ഗതികേട് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് എല്ലാവരും നമ്മളിപ്പോൾ വോട്ട് ചോദിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്നത് നമ്മൾ ജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾ വോട്ടർമാരെ കാണുമ്പോൾ നമുക്കത് 100% നമുക്കൊരു ആത്മവിശ്വാസം തരുന്ന ഒരു കാര്യമാണ്. അപ്പം അതായത് ഇപ്പം ലാൽജി ഇറങ്ങുന്ന സമയങ്ങളിലായിരുന്നാലും ജനങ്ങൾ അതുപോലെ തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പം അതിനൊരു പൂർണ്ണമായ വിശ്വാസമുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം കൂടെ, ഞാൻ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഭരണം കണ്ടതിന്റെ ഒരു ബേസിൽ ഒരു മാധ്യമപ്രവർത്തന രീതിയിലും അതിനേക്കാൾ ഉപരി ലാൽജി ആയിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പേരിൽ ഞാൻ ചോദിക്കുകയാണ്. ഈ CPM-ഉം BJP-യും തമ്മിൽ അങ്ങനെ ഒരു അന്തർധാര ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉള്ളതായിട്ട് തോന്നുന്നു? സത്യമുള്ള കാര്യമാണല്ലോ അത്. നമ്മുടെ പഞ്ചായത്തിലുമുണ്ട്, സംസ്ഥാന തലത്തിലെ അങ്ങനെ ഒരു അന്തർധാരമുണ്ട്. അതിന്റെ ഭാഗമായി ഇടയ്ക്ക് കുറെ ട്രോളുകളൊക്കെ വന്നിരുന്നു. കേരളത്തിൽ BJP അല്ല CJP ആ ഒരു സംഭവം നമ്മുടെ പഞ്ചായത്തിലുമുണ്ട്. നമ്മുടെ പഞ്ചായത്തിന് താഴെത്തട്ടിലുള്ള സാധാ പ്രവർത്തകർക്ക് അതിനെക്കുറിച്ച് പക്ഷേ അറിഞ്ഞുകൂടായിരിക്കാം. എന്നാൽ അതിന്റെ മേൽത്തട്ടിലുള്ള നേതാക്കന്മാർ ലീഡർഷിപ്പ് ആ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായാണ് പോകുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പല അഡ്ജസ്റ്റ്മെന്റുകളും സ്ഥാനാർത്ഥി എനിക്ക് വോട്ട് തിരിച്ച് മറിച്ച് വോട്ട് ആ ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഇവിടെയും നടക്കുന്നുണ്ട്. എന്നാൽ ഇതിന് യഥാർത്ഥത്തിൽ ഈ ഒരു കള്ളവോട്ടിനെതിരെയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പേ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം കള്ളവോട്ട് നടത്തി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് ഈ 2 പ്രസ്ഥാനങ്ങളും ആ സമയത്ത് ഒരുപോലെ പുച്ഛിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇവർ തമ്മിലൊരു അന്തർധാര ഉണ്ടെന്നുള്ളത് സാധാരണക്കാരനെ മനസ്സിലാക്കാനുള്ളൊരു ഭാഗം കൂടെ ആയിട്ടാണ് എനിക്ക് ഒരു മാധ്യമ പ്രവർത്തന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി BJP ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിഗതികൾ? അവിടെ കേന്ദ്രത്തിൽ അവർ വോട്ട് വെട്ടി മാറ്റുന്നു, ഇവിടെ സംസ്ഥാനത്തും നമ്മുടെ പിന്നീട് നിയമാനുസൃത ഹൈക്കോടതി എന്നുള്ളതാണ്. അല്ലെങ്കിൽ വൈഷ്ണവിക്ക് മത്സരിക്കാൻ ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥിനിയാണ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ്, ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥിനി. അതെ. ഓക്കെ. അപ്പം ലാൽജിക്ക് ജനങ്ങളോട്, അതായത് ലാൽജിയുടെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ എന്നും ഞാൻ ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ഈ പ്രദേശത്തുള്ള നമ്മുടെ പഞ്ചായത്തിലുള്ള സകല ആൾക്കാർക്കും അറിയാം ഞാൻ ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ളതാണ്. ഒരു അഴിമതിക്കും കൂട്ടുനിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും എന്നും എപ്പോഴും കൂടെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ലാൽജി പറഞ്ഞത്. ഈ പനവൂർ മേഖലയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ വളരെ കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഏരിയ ആണ് അല്ലേ? മുൻകാലങ്ങളിലെ അങ്ങനെ ഒരു ഏരിയ ആയിരുന്നു. പിന്നീട് എപ്പോഴൊക്കെയോ മറ്റ് പ്രസ്ഥാനങ്ങൾ വന്നു ചേർന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഒരു കോൺഗ്രസിന്റെ ആശയങ്ങളും കോൺഗ്രസിന്റെ ആദർശങ്ങളും കോൺഗ്രസിന്റെ തത്വബോധങ്ങളും ഒക്കെ ഉണർന്നു കിടക്കുന്ന ഒരിടത്ത് ലാൽജിയെ പോലെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അത് കൊണ്ടുവരുവാനായിട്ട് സാധിക്കട്ടെ. എല്ലാവിധ വിജയാശംസകൾ ലാൽജിക്ക് ഞാൻ നേരുകയാണ്. ഈ ന്യൂസ് ഇന്ത്യയുടെ ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും ലാൽജിയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മാനിക്കുന്നു എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം വളരെ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ടച്ചോട് കൂടിയിട്ടല്ല അദ്ദേഹം കൂടുതലും സംസാരിക്കുന്നത്. എന്ത് കാര്യം ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. കാരണം അദ്ദേഹം ജയിച്ചു കഴിയുമ്പോൾ അവിടെ അദ്ദേഹം രാഷ്ട്രീയം നോക്കില്ല എന്നുള്ളൊരു മനോഭാവം കൂടി അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലൊരു വ്യക്തികളെയൊക്കെ ഒരു മേഖലയിൽ മത്സരിക്കാൻ ഉള്ളൊരു അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് എല്ലാവിധ ആശംസകളും ലാൽജിക്ക് നേരുന്നതിനോടൊപ്പം ഈ പ്രോഗ്രാം കണ്ട ന്യൂസ് ഇന്ത്യയുടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.